അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവർക്കും അൽ കുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കലിമത്തിൻ്റെ ഇനങ്ങളായ ഇസ്മ്, ഫിഅ്ല് എന്നിവയെക്കുറിച്ച് നാം സംസാരിച്ചു. എന്താണ് ഇസ്മ്, ഫിഅ്ല്, അവകളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളെല്ലാം നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഹർഫിനെ കുറിച്ച് സംസാരിക്കാം. സാലിസൻ അൽ ഹർഫു, മൂന്നാമതായി ഹർഫ്. എന്താണ് ഹർഫ്? ഹുവ കലിമത്തുൻ ദല്ലത്ത് അല മഅനൻ ഫീ ഗൈരിഹ, മറ്റൊന്നിനോട് കൂടെയാകുന്ന സമയത്ത് അർത്ഥം വ്യക്തമാകുന്ന പദമാണ് ഹർഫ് എന്നുള്ളത്. ഫൽ ഹർഫു ലഹു മഅനൻ, ഹർഫിനിക്ക് അർത്ഥമുണ്ട്. വലാക്കിൻ മഅനാഹു ലാ യദ്ഹറു ഇല്ലാ ഫി തർക്കീബ്, മറ്റൊന്നിനോട് കൂടിച്ചേരുമ്പോൾ മാത്രമാണ് അതിൻ്റെ അർത്ഥം വ്യക്തമാകുന്നത്. ഉദാഹരണം, മിൻ എന്ന ഹർഫ് പോലെ. മിൻ എന്നുള്ളത് ഹർഫു ജർരിൻ ലഹു മഅനൻ. മിൻ എന്നുള്ളത് ജർറിൻ്റെ ഹർഫാണ്, അതെനിക്ക് അർത്ഥമുണ്ട്. വലാക്കിൻ മഅനാഹു, എങ്കിലും ആ മിൻ എന്നുള്ളതിൻ്റെ അർത്ഥം ലാ യദ്ഹറു ഇല്ലാ ഫി തർക്കീബ്, അത് മറ്റൊന്നിനോട് കൂടിച്ചേരുന്ന സമയത്ത് മാത്രമാണ് വ്യക്തമാകുന്നത്. നമുക്ക് ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും. ഫഹുവ ലിബ്തിദാഇൽ ഗായത്തി ഫീ ഖൗലിഹി തആല സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഈ ആയത്തിൽ മിൻ എന്നുള്ള പദം വന്നിട്ടുണ്ട്. ഇവിടെ മിൻ എന്നുള്ളത് അത് ഇബ്തിദാഉൽ ഗായത്തിനാണ്, ഗായത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കാനാണ് മിന്ന് കൊടുത്തിട്ടുള്ളത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ അടിമയെ സഞ്ചരിപ്പിച്ച അല്ലാഹുവാണ് പരിശുദ്ധൻ. ലൈലൻ, രാത്രിയിൽ, മിനൽ മസ്ജിദിൽ ഹറാം, എവിടെ നിന്ന്? മസ്ജിദുൽ ഹറാമിൽ നിന്ന്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ ഹറാം, അപ്പോൾ അവിടെ തുടക്കത്തെയാണ് അവിടെ വിശദീകരിക്കുന്നത്. അതാണ് അവിടുത്തെ മിന്നിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് വലി തബീലി, മിൻ എന്നുള്ളത് തബീലിന് വേണ്ടിയിട്ടും വരും. ഉദാഹരണം, അള്ളാഹുവിൻ്റെ ഖൗൽ നോക്കൂ, മിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ജനങ്ങളിൽ നിന്ന് ചിലരുണ്ട്. അല ഹർഫിൻ, ഹർഫിൻ്റെ മേൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ മിന്ന് എന്നുള്ളത് തബീലിനാണ് വന്നത്. അപ്പോൾ മിന്ന് എന്നുള്ളത് ഒരു സ്ഥലത്ത് ഇബ്തിദാഉൽ ഗായത്തിന് വന്നു, മറ്റൊരു സ്ഥലത്ത് തബീലിന് വേണ്ടി വന്നു. അപ്പോൾ സ്വന്തമായി അർത്ഥമുണ്ടെങ്കിലും അത് മറ്റൊന്നിനോട് കൂടെയാകുന്ന സമയത്ത് മാത്രമാണ് ഹർഫിൻ്റെ വിഷയത്തിൽ നമുക്കത് വ്യക്തമാകുന്നത്. ഇനി അലാമത്തുഹു, ഹർഫിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നോക്കാം. അല്ലാ യഖ്ബല ഷൈഅൻ മിൻ അലാമാത്തിൽ ഇസ്മി വലാ ഷൈഅൻ മിൻ അലാമാത്തിൽ ഫീല്. നാം ഇസ്മിനെ തിരിച്ചറിയാനുള്ള ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു, അതുപോലെ ഫീലിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും പറഞ്ഞു. ആ അടയാളങ്ങളിൽ നിന്നും ഒരു അടയാളത്തെയും സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ഹർഫിനെ തിരിച്ചറിയാനുള്ള അടയാളം. ഉദാഹരണം, ഹൽ, ഫീ, ലം, ഇതൊന്നും ഇസ്മിൻ്റെയോ ഫീലിൻ്റെയോ ഒരടയാളങ്ങളെയും സ്വീകരിക്കുന്നില്ല. ഇല്ലൻ തഖ്ബലിൽ കലിമത്തു ഷൈഅൻ, കലിമത്ത് ഒന്നിനെയും സ്വീകരിക്കുന്നില്ല. മിൻ അലാമാത്തിൽ ഇസ്മി വലാ ഷൈഅൻ മിൻ അലാമാത്തിൽ ഫീലി, ഇസ്മിൻ്റെയോ ഫീലിൻ്റെയോ അടയാളങ്ങളിൽ നിന്ന് ഒന്നിനെയും സ്വീകരിക്കുന്നില്ലെങ്കിൽ ഫഹ്കും അലൈഹ ബി അന്നഹ ഹർഫുൻ, അത് ഹർഫാണെന്ന് എനിക്കുറപ്പിക്കാം. ഇനി നമുക്ക് അൻവാഉൽ ഹുറൂഫ്, ഹർഫുകൾ പല ഇനങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഇതിൻ്റെയൊക്കെ വിശദീകരണം പിന്നീടുള്ള വീഡിയോകളിൽ വരുന്നുണ്ട്. അൽ ഹുറൂഫു അൻവാഉൻ കസീറത്തുൻ, ഹർഫുകൾ ധാരാളം ഇനങ്ങളുണ്ട്. ഒന്ന് ഹുറൂഫുൽ ജർരി, ജർറിൻ്റെ ഹർഫുകളുണ്ട്. ഉദാഹരണം, മിൻ, ഇല, അൻ, അല, ഫി, റുബ, ബാ, കാഫ്, ലാമ്, വാവ്, താവ്, ഇങ്ങനെ തുടങ്ങി ജർറിൻ്റെ ഹർഫുകളുണ്ട്. ജർറിൻ്റെ ഹർഫുകൾ അത് ഇസ്മിനാണ് ജർറിയ, ഇസ്മിനാണല്ലോ ജറുള്ളത്. ഇസ്മിൻ്റെ മുമ്പ് വരുന്ന സമയത്ത് ആ ഇസ്മിന് ജർറ് ചെയ്തു. അതുപോലെ ഹുറൂഫുൽ ഹത്തുഫി, ഹത്തുഫിൻ്റെ ഹർഫുകൾ, ഉദാഹരണം വാവ്, ഫാ, സുമ്മ, ഔ, അം, ബൽ, ല, ഹത്ത, ലാക്കിൻ, ഇവകളെക്കുറിച്ചൊക്കെ ശേഷം വിശദമായി തന്നെ വീഡിയോ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി ഹുറൂഫുൻ നസ്ബ്, നസ്ബിൻ്റെ ഹർഫുകൾ നെഹ്വ്, അൻ, ലൻ, ഖൈ, ഇദൻ. അതുപോലെ ഹുറൂഫുൽ ജസ്മി, ജസ്മിൻ്റെ ഹർഫുകൾ, മുളാരിയായ ഫീലിന് ജസ്മ ചെയ്യുന്ന ഹർഫുകൾ ലം, ലമ്മ, ലാമുൽ അമ്ർ, ലന്നാഹിയ. അതുപോലെ നാസിഖായ ഹർഫുകൾ ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല. അതുപോലെ മസ്തരിയ ഹർഫുകൾ അൻ, വ, അന്ന, മ, കൈ, ലൗ. നിദയുടെ ഹർഫുകൾ യ, അയ, വഹയ, ഐ, ഹംസ, വ. ജവാബിൻ്റെ ഹർഫുകൾ നഅം, അജൽ, ബല, ല.
ഇസ്തിഫ്ഹാമിൻ്റെ 2 ഹർഫുകളാണ് ഹംസ, ഹൽ എന്നുള്ളത്. ഇനി ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുന്ന രൂപത്തിൽ ഒരു ചാർട്ട് രൂപത്തിൽ നമുക്ക് കാണാം. ഇതിൽ ശരിക്കും നോക്കിയാൽ നമുക്ക് കലിമത്തിൻ്റെ ഇനങ്ങളും അതിൻ്റെ ഓരോ ഇനങ്ങളും തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട്. ഒന്നാമതായി കലിമത്ത് 3 ഇനങ്ങളാണ്. ഒന്ന് ഇസ്മ്, ഫീല്, ഹർഫ്. ആ ഇസ്മിൻ്റെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ അലാമത്തുഹു എന്ന് പറഞ്ഞിട്ട് ജറ്, തൻവീന്, നിദ, ദുഹൂൽ, ഇസ്നാദിലൈ. അതുപോലെ ഫീല് 3 ഇനങ്ങളാക്കി തിരിക്കുന്നുണ്ട്. മാളി, മുളാരി, അമ്ര്. ഓരോന്നും തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ. മാളി തിരിച്ചറിയാനുള്ള അടയാളം ത ഉത്തൈനി സാക്കിന. അതുപോലെ മുളാരി തിരിച്ചറിയാനുള്ള അടയാളം അല്ല അൻ യസിഹ ലെ അൻ യലി ലം അവിസീൻ ഔ സൗഫ. അതുപോലെ അമ്രിനെ തിരിച്ചറിയാനുള്ള അടയാളം ദലാലത്തു അല തൊലബി ഖബുലു യാൽ മുഖാത്തബ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അതുപോലെ ഹർഫ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇസ്മിൻ്റെയോ ഫീലിനെയോ തിരിച്ചറിയാനുള്ള ഒരടയാളത്തെയും സ്വീകരിക്കാതിരിക്കുക. അപ്പോൾ കലിമത്തിൻ്റെ 3 ഇനങ്ങളും അതിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം.